ഹലോ, നമ്മളിനി പഠിക്കാൻ പോകുന്നത് നമ്മുടെ സിക്സ്ത് മോഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പോളിമർ ഇംപ്രഗ്നേറ്റഡ് കോൺക്രീറ്റ് ആണ്. നമ്മളപ്പം പോളിമർ കോൺക്രീറ്റ് ആണ്. നമ്മൾ ഫൈബർ റീൻഫോഴ്സ്ഡ് പഠിച്ചു. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് പോളിമർ കോൺക്രീറ്റ് ആണ്. പോളിമർ കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫൈബർ റീൻഫോഴ്സിനകത്ത് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഫൈബേഴ്സ് ഡിഫറെൻറ്റ് ഷേപ്പിലും ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫൈബേഴ്സ് നമ്മൾ റീൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. പോളിമർ കോൺക്രീറ്റിനകത്ത് നമ്മൾ മോണോമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പോളിമേഴ്സിനെ നമ്മൾ കോൺക്രീറ്റിനകത്ത് യൂസ് ചെയ്തിട്ട് either കോൺക്രീറ്റിൻ്റെ ബോർഡ്സിലേക്ക് അതിന് ഇംപ്രഗ്നേറ്റ് ചെയ്യും, ഓർ നമ്മൾ കോൺക്രീറ്റ് മിക്സിങ്ങിൻ്റെ സമയത്ത് അത് ബൈൻഡിങ് മെറ്റീരിയൽ, അതായത് വേറെ അഡീഷണൽ ആയിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിൽ സിമെൻറ്റിനെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ നമ്മൾ കോൺക്രീറ്റിനകത്ത് പോളിമേഴ്സിനെ, അതായത് അതിൻ്റെ മോണോമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോളിമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റാണ്, മാനുഫാക്ചർ ചെയ്യുന്ന കോൺക്രീറ്റാണ് പോളിമർ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളിമർ കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പോളിമേഴ്സിനല്ലേ മോണോമേഴ്സ്, നമ്മൾ പോളിമേഴ്സ് കോൺക്രീറ്റിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, സ്ട്രെങ്ത് വേരിയേഷൻ, സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒരുപാട് പ്രോപ്പർട്ടീസ് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ പോളിമേഴ്സ് ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് പോളിമേഴ്സ് നോക്കാം. പോളിമേഴ്സ് എന്ന് പറയുന്നത് പോളിമേഴ്സ് ആർ ലാർജ് ക്ലാസ് ഓഫ് മെറ്റീരിയൽ കൺസിസ്റ്റ് ഓഫ് മെനി സ്മോൾ മോളിക്യൂൾസ് കോൾഡ് മോണോമേഴ്സ്. മോണോമേഴ്സ് കൂടി ചേർന്നിട്ട് ഒരു ചെയിൻ രൂപത്തിൽ ലിങ്ക് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു ലോങ് ചെയിൻ മെറ്റീരിയലാണ് എന്ത് പറയുന്നത്, പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, polymer concrete is composite wherein polymer replace the cement water matrix in the cement concrete. Okay, it is manufactured in the manner similar to that of cement concrete. Monomers or pre-polymers are added to the graded aggregate and the mixture is thoroughly mixed by hand or machine. അതായത് നമ്മൾ മോണോമേഴ്സ് അല്ലെങ്കിൽ പ്രീ പോളിമേഴ്സ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യും നന്നായിട്ട്. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ മോൾഡിനകത്തേക്ക് കാസ്റ്റ് ചെയ്യുന്ന മോൾഡ്, വുഡിൻ്റെയോ സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ മോൾഡിനകത്തേക്ക് നമ്മളിത് പോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യുക, നമ്മളതിനെ റിക്വേർഡ് ഷേപ്പിനകത്തേക്ക് അതിലേക്ക് മോൾഡ് ചെയ്താണ്, അതിലേക്ക് മോൾഡ് ചെയ്തിട്ട് ആണ് നമ്മളിത് കാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പോളിമറൈസേഷൻ നടത്തുന്ന ഒന്നിക്കൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നമ്മൾ ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾ അതിന് ഹീറ്റ് ചെയ്യിക്കും, അതായത് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യും. സോ അതിന് പോളിമറൈസേഷൻ നടക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ പോളിമറൈസേഷൻ്റെ അച്ചീവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് തെർമൽ കാറ്റലിസ്റ്റിക് റിയാക്ഷൻ, കാറ്റലിസ്റ്റിക് പ്രൊമോട്ടർ റിയാക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഇതാണ് പോളിമറൈസേഷൻ അച്ചീവ് ചെയ്യുന്ന അല്ലെ പോളിമറൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ പോളിമർ കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. പോളിമർ കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റാപ്പിഡ് ക്യൂറിങ് അറ്റ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ് പോളിമർ കോൺക്രീറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ പോളിമേഴ്സിനെ അല്ലെങ്കിൽ മോണോമേഴ്സിനോ അല്ലെങ്കിൽ പ്രീ പോളിമേഴ്സിനോ കോൺക്രീറ്റിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒന്നുകിൽ മിക്സിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അത് കോൺക്രീറ്റ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് മോൾഡിൽ കാസ്റ്റ് ചെയ്തിട്ട് അതിനെ പോളിമറൈസേഷൻ ചെയ്യും, അതായത് ഹീറ്റ് ചെയ്യും. ഒന്നുകിൽ കാറ്റലിസ്റ്റിക് റിയാക്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ റേഡിയേഷൻ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളതിനെ ഹീറ്റ് ചെയ്തിട്ട് പോളിമറൈസേഷൻ നടത്തും. അങ്ങനെ പോളിമേഴ്സ്, അങ്ങനെയാണ് പോളിമർ കോൺക്രീറ്റ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന് അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ റാപ്പിഡ് ക്യൂറിങ് ആൻഡ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ, പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ പറ്റും. ദെൻ ഹൈ ടെൻസൈൽ ഫ്ലക്ചറൽ ആൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്, then good adhesion to most surface, adhesive properties ഇതിന് ഹയർ ആണ്. then good long term durability with respect to freeze and thaw cycle, low permeability to water and aggressive solution, then good chemical resistance, good resistance against corrosion, light weight. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളെ പോളിമർ കോൺക്രീറ്റിൻ്റെ മേജർ അഡ്വാൻറ്റേജസ്. ഇനി പോളിമർ കോൺക്രീറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോളിമർ ഇംപ്രഗ്നേറ്റഡ് കോൺക്രീറ്റ് ആണ്, PIC. നെക്സ്റ്റ് പോളിമർ സിമെൻറ്റ് കോൺക്രീറ്റ്, ദാറ്റ് ഈസ് PCC. നെക്സ്റ്റ് പോളിമർ കോൺക്രീറ്റ്, PC. ആൻഡ് ഫോർത്ത് വൺ ഈസ് പാർഷ്യലി ഇംപ്രഗ്നേറ്റഡ് ആൻഡ് സർഫസ് കോട്ടഡ് പോളിമർ കോൺക്രീറ്റ്. ഇതാണ് 4 ടൈപ്സ് ഓഫ് നമ്മുടെ പോളിമർ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോളിമർ ഇംപ്രഗ്നേറ്റഡ് കോൺക്രീറ്റ് ആണ്, PIC ആണ്.
പോളിമർ ഇംപ്രഗ്നേറ്റഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിമേഴ്സിനെ അല്ലെങ്കിൽ ഇതിൻ്റെ മോണോമേഴ്സിനെ നമ്മൾ കോൺക്രീറ്റിൻ്റെ വോയിഡ്സിലേക്ക് ഇംപ്രഗ്നേറ്റ് ചെയ്യിക്കും. അതിൻ്റെ വോയിഡ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ വോയിഡ്സിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വോയിഡ്സിനകത്ത് നമ്മൾ ഈ പോളിമേഴ്സ് വെച്ച് ഫില്ല് ചെയ്യും. അതിനാണ് മോണോമറിൽ പ്രീ പോളിമർ വെച്ചിട്ട് ഫില്ല് ചെയ്യും. അതിനാണ് പോളിമർ ഇംപ്രഗ്നേറ്റ് ചെയ്യുക കോൺക്രീറ്റിനുള്ളിലേക്ക്. അതുകൊണ്ട് ഇതിനെ പോളിമർ ഇംപ്രഗ്നേറ്റഡ് കോൺക്രീറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണെന്ന് നോക്കാം. പോളിമർ ഇംപ്രഗ്നേറ്റഡ് കോൺക്രീറ്റ് ഈസ് വൺ ഓഫ് ദ വൈഡ്ലി യൂസ്ഡ് പോളിമർ കമ്പോസിറ്റ്. നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന പോളിമർ കോൺക്രീറ്റ് എന്ന് പറയുന്നത് പോളിമർ ഇംപ്രഗ്നേറ്റഡ് ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രീകാസ്റ്റ് കൺവെൻഷൻ കോൺക്രീറ്റ് cured and dried in oven or by electric heating, from which the air is in the open cell is removed by vacuum. അതായത് നമ്മൾ പ്രീകാസ്റ്റ് ചെയ്ത കോൺക്രീറ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇതിൻ്റെ ഹോളിൻ്റെ അകത്തുള്ള ഇതിൻ്റെ എന്താണ് അതിൻ്റെ വോയിഡ്സ്, അതിനകത്ത് വോയിഡ്സ് ഫോം ചെയ്യുമല്ലോ. അങ്ങനെ ആ വോയിഡ്സിൻ്റെ അകത്തുള്ള ഹാർഡ് ചെയ്യുമ്പോൾ അതിൽ വോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ വോയിഡ്സിൻ്റെ അകത്ത് എന്താണ് ഈ ഓപ്പൺസിൻ്റെ അകത്ത് എയർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എയറിനെ നമ്മൾ ഡ്രൈ ഇലക്ട്രിക് ഹീറ്റിംഗ് വെച്ചിട്ടോ അങ്ങനെ അല്ലെങ്കിൽ വാക്യൂം അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള എയർ റിലീസ് ചെയ്യിക്കും, എയറിനെ റിമൂവ് ചെയ്യും. അപ്പോൾ എന്താവും, അതൊരു ഓപ്പൺ ആയിട്ട് അവിടെ ഫോം ചെയ്യും അല്ലേ, അങ്ങനെ ഒരു ഓപ്പണിങ്സ് ആയിട്ട് അവിടെ ഫോം ചെയ്യും. എന്നിട്ട് ദ ലോ വിസ്കോസിറ്റി മോണോമർ ഈസ് ഡിഫ്യൂസ്ഡ് ത്രൂ ദ ഓപ്പൺ സെൽ ആൻഡ് പോളിമറൈസേഷൻ ബൈ യൂസിങ് റേഡിയേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ഓർ ബൈ കെമിക്കൽ ഇനീഷ്യേഷൻ. ഓക്കെ, അതായത് നമ്മൾ പ്രീ കാസ്റ്റ് ചെയ്ത കോൺക്രീറ്റിനകത്തുള്ള വോയിഡ്സിലുള്ള എയർ ബബിൾസിനെ അല്ലെ എയർസിനെ നമ്മൾ വാക്യൂം വഴിയോ അല്ലെങ്കിൽ എന്താണ് ഓവൻ ഡ്രൈയിങ്ങോ അല്ലെങ്കിൽ ഡ്രൈ ഇലക്ട്രിക് ഹീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് വെച്ചിട്ട് അതിൽ എയർ റിമൂവ് ചെയ്യിക്കും. അപ്പോൾ അവർ ഹോൾ ഫോം ചെയ്യും. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ മോണോമേഴ്സിനെ ഇംപ്രഗ്നേറ്റ് ചെയ്യിക്കും. മോണോമേഴ്സിന് അതിനുള്ളിലേക്ക് ഡിഫ്യൂസ് ചെയ്യിക്കും. ഓക്കെ, അതിനുള്ളിലേക്ക് ഇംപ്രഗ്നേറ്റ് ചെയ്യിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ മോണോമേഴ്സിനെ ഇംപ്രഗ്നേറ്റ് ചെയ്തിട്ട് നമ്മളതിനെ ആ കോൺക്രീറ്റിനെ ഇംപ്രഗ്നേറ്റ് ചെയ്ത മോണോമർ ഇംപ്രഗ്നേറ്റ് ചെയ്ത കോൺക്രീറ്റിനെ നമ്മൾ പോളിമറൈസേഷൻ ചെയ്യും. ഒന്നുകിൽ റേഡിയേഷൻ അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡോ അല്ലെങ്കിൽ ഹീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളതിനെ റേഡിയേഷൻ പോളിമറൈസേഷൻ നടത്തും. അതാണ് പോളിമർ ഇംപ്രഗ്നേറ്റഡ് കോൺക്രീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ് യൂസ് ഇൻ സ്ട്രക്ചറൽ സ്റ്റീൽ ഫ്ലോർ, ഫുഡ് പ്രോസസ്സിംഗ് ബിൽഡിംഗ്, സീവർ പൈപ്പ്സ്, അവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് പോളിമർ ഇംപ്രഗ്നേറ്റഡ് കോൺക്രീറ്റ്. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് മോണോമറാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ മീഥൈൽ മെത്താക്രിലേറ്റ്, സ്റ്റൈറിൻ, അക്രിലോനൈട്രൈഡ്, ടീ ബ്രൂട്ടൈൽ സ്റ്റൈറിൻ, അതർ തെർമോപ്ലാസ്റ്റിക് മോണോമേഴ്സ്. ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ പോളിമർ ഇംപ്രഗ്നേറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോണോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസും അതിന് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. നിങ്ങൾ പഠിക്കണം കേട്ടോ, അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് പോളിമർ സിമെൻറ്റ് കോൺക്രീറ്റ് ഓർ PCC ഓർ പോളിമർ മോഡിഫൈഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. പോളിമർ സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കോൺക്രീറ്റിനകത്ത് പോളിമർ മോഡിഫൈഡ് സിമെൻറ്റ് ഈസ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് കോൺക്രീറ്റ് വിത്ത് പോളിമർ സൊല്യൂഷൻ ആഡഡ് ടു ദ മിക്സർ ടു അച്ചീവ് സർട്ടൻ പ്രോപ്പർട്ടീസ്. അതായത് നമ്മൾ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ സിമെൻറ്റ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് കോൺക്രീറ്റ് നമ്മൾ നോർമൽ കോൺക്രീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ പോളിമേഴ്സ് കൂടി ആഡ് ചെയ്യും. അങ്ങനെ പോളിമേഴ്സ് കൂടി നമ്മൾ അതിൻ്റെ മിക്സിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുക. അതാണ് പോളിമർ എന്ന് പറയുന്നത്. പോളിമറാണ് ആഡ് ചെയ്യുന്നത്, മോണോമറാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോളിമേഴ്സ് അല്ല മോണോമേഴ്സ് ആഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കോൺക്രീറ്റാണ് പോളിമർ സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. പോളിമർ സിമെൻറ്റ് കോൺക്രീറ്റ് ഈസ് മെയ്ഡ് ബൈ മിക്സിംഗ് സിമെൻറ്റ്, അഗ്രിഗേറ്റ്, വാട്ടർ ആൻഡ് മോണോമർ. മനസ്സിലായല്ലോ, സിമെൻറ്റും അഗ്രിഗേറ്റും വാട്ടറും അതിൻ്റെ കൂടെ മോണോമർ കൂടി മിക്സ് ചെയ്യും. സച്ച് പ്ലാസ്റ്റിക് മിക്സ്ചർ ഈസ് കാസ്റ്റ് ഇൻ മോൾഡ്, ക്യൂർഡ്, ഡ്രൈഡ് ആൻഡ് പോളിമറൈസ്ഡ്. കാസ്റ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് അതിനെ പോളിമറൈസേഷൻ കൂടി ചെയ്യും. അങ്ങനെ പോളിമർ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജ് ഡെക്കിൽ അല്ലെ റോഡ് സർഫേസിങ്ങിൽ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫോർ റിപ്പയർ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ റിപ്പയർ വർക്ക്സിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ പോളിമർ സിമെൻറ്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മോണോമർ പോളിസ്റ്റൈറിൻ, എപ്പോക്സി റെസിൻ, ഫ്രാൻസ് വിനൈൽഡൈൻ ക്ലോറൈഡ്, അതൊക്കെയാണ് യൂസ് ചെയ്യുന്ന മോണോമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പോളിമർ കോൺക്രീറ്റ് ആണ്. പോളിമർ കോൺക്രീറ്റ് എന്ന് പറയുന്നത് പോളിമർ സിമെൻറ്റ് കോൺക്രീറ്റിനകത്ത് നമ്മൾ സിമെൻറ്റിൻ്റെ കൂടെ അതായത് അഗ്രിഗേറ്റും വാട്ടറും
സിമെൻറ്റും പ്ലസ് നമ്മൾ എന്ത് കൂടി ആഡ് ചെയ്യുക, മോണോമർ കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പോളിമർ കോൺക്രീറ്റിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തുള്ള സിമെൻറ്റിനെ നമ്മൾ ബൈൻഡറായിട്ടാണല്ലോ സിമെൻറ്റ് ആഡ് ചെയ്യുന്നത്, അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പോളിമറിനെ ബൈൻഡറായിട്ട് ആഡ് ചെയ്യാം. അതാണ് പോളിമർ കോൺക്രീറ്റിൽ ചെയ്യുന്നത്. പോളിമർ കോൺക്രീറ്റ് ഈസ് എൻ അഗ്രിഗേറ്റ് ബൗണ്ടഡ് വിത്ത് എ പോളിമർ ബൈൻഡർ ഇൻസ്റ്റെഡ് ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആസ് ഇൻ കൺവെൻഷണൽ കോൺക്രീറ്റ്. നമ്മൾ കൺവെൻഷണൽ കോൺക്രീറ്റിനകത്ത് നമ്മൾ പോർട്ട്ലാൻഡ് സിമെൻ്റാണ് നമ്മൾ ബൈൻഡറായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ പോളിമർ കോൺക്രീറ്റിനകത്ത് നമ്മൾ സിമെൻറ്റിന് പകരം നമ്മൾ പോളിമറാണ് ബൈൻഡറായിട്ട് അല്ലെ ബൗണ്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ ടെക്നിക് ഓഫ് പ്രൊഡ്യൂസിങ് പി സി ഈസ് ടു മിനിമൈസ് ദ വോയിഡ്സ് വോളിയം ഇൻ ദ അഗ്രിഗേറ്റ് മാസ് സോ ആസ് ടു റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് പോളിമർ നീഡഡ് ടു ബൈൻഡിങ് ദ അഗ്രിഗേറ്റ്. ഓക്കെ, അഗ്രിഗേറ്റിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ അഗ്രിഗേറ്റിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുമ്പോൾ പോളിമേഴ്സിൻ്റെ എമൗണ്ട് കുറക്കാൻ പറ്റും. അത് അച്ചീവ് ചെയ്യുന്നത് പ്രോപ്പർലി ഗ്രേഡിങ് ആൻഡ് മിക്സിംഗ് ഓഫ് അഗ്രിഗേറ്റ് ടു അച്ചൈൻ മാക്സിമം ഡെൻസിറ്റി ആൻഡ് മിനിമം വോയിഡ്സ് വോളിയം. അപ്പോൾ പ്രോപ്പർലി ഗ്രേഡഡ് അഗ്രിഗേറ്റ് നമ്മൾ പ്രോപ്പർലി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ വോയിഡ്സിൻ്റെ എമൗണ്ട് കുറക്കാൻ പറ്റും. സോ നമ്മളങ്ങനെ പോളിമേഴ്സിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് ആർ പാക്ഡ് ആൻഡ് വൈബ്രേറ്റഡ് ഇൻ മൗൾഡിൽ വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യും ഗ്രേഡ് ചെയ്ത അഗ്രിഗേറ്റ്. അതിനുശേഷം മോണോമർ ഇസ് ദെൻ ഡിഫ്യൂസ്ഡ് അപ്പ് ത്രൂ ദ അഗ്രിഗേറ്റ് ആൻഡ് പോളിമറൈസേഷൻ ഈസ് ഇനീഷ്യേറ്റഡ് ബൈ റേഡിയേഷൻ ഓർ കെമിക്കൽ മീൻസ്. അതായത് അഗ്രിഗേറ്റിന് നമ്മൾ പാക്ക് ചെയ്തിട്ട് അതിനകത്തേക്ക് മോണോമേഴ്സ് ആഡ് ചെയ്യും. അല്ലെങ്കിൽ മോണോമേഴ്സിൻ്റെ സൊല്യൂഷൻ ലിക്വിഡ് സൊല്യൂഷനിലോ അല്ലെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ ഇത് ഓക്കെ, അതായത് മോണോമേഴ്സിന് ഇതിലേക്ക് നമ്മളിതിന് അഗ്രിഗേറ്റ് പാക്ക് ചെയ്ത അഗ്രിഗേറ്റിനകത്തേക്ക് ഈ മോണോമേഴ്സ് ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഡിഫ്യൂസ് ചെയ്തിട്ട് നമ്മളിതിനെ പോളിമറൈസേഷൻ ചെയ്യും. എന്നിട്ട് റേഡിയേഷനിൽ കെമിക്കൽ മെത്തേഡ് വെച്ചിട്ട് പോളിമറൈസേഷൻ ചെയ്യും. അങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് സൾഫേറ്റ് അറ്റാക്ക് ആണ്, ഹൈ റെസിസ്റ്റൻസ് അബ്രേഷൻ, ഹൈ റെസിസ്റ്റൻസ് ടു ഫ്രീസിങ് ആൻഡ് ത്രോയിങ്. ഓക്കെ, ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് പാർഷ്യലി ഇംപ്രഗ്നേറ്റഡ് ആൻഡ് സർഫസ് കോട്ടഡ് പോളിമർ കോൺക്രീറ്റ് ആണ്. പാർഷ്യലി ഇംപ്രഗ്നേറ്റഡ് എന്ന് പറയുമ്പം നമ്മൾ ചില കേസിൽ നമുക്ക് കോൺക്രീറ്റിൻ്റെ എന്താണ് സർഫസ് റെസിസ്റ്റൻസ് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാളും കോൺക്രീറ്റിൻ്റെ സർഫസ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതായിരിക്കും മെയിൻ എയിം. നമ്മൾ ഇതിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റോഡ് വർക്കിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ മേജർ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് സർഫസ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സ്ട്രെങ്ത്തിനെ സ്ട്രെങ്ത് അല്ല മേജർ റിക്വയർമെൻറ്റ് സർഫസ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് പാർഷ്യലി ഇംപ്രഗ്നേറ്റഡ് പോളിമർ കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് പാർഷ്യലി നമ്മൾ പോളിമേഴ്സിന് ഇംപ്രഗ്നേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇംപ്രഗ്നേറ്റഡ് പോളിമർ കോൺക്രീറ്റ് പറഞ്ഞു, അത് നമ്മൾ ഫുള്ളായിട്ട് എല്ലാ വോർഡ്സിനകത്തേക്ക് നമ്മൾ മോണോമേഴ്സിന് ഇംപ്രഗ്നേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ചെയ്ത സ്പെസിമെനാ നമ്മുടെ ലിക്വിഡ് മോണോമറിനകത്തേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെക്കും. അതായത് ഇംപ്രഗ്നേറ്റഡ് കോൺക്രീറ്റ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഇനീഷ്യലി സോക്കിംഗ് ദ ഡ്രൈഡ് സ്പെസിമെൻ ഇൻ ലിക്വിഡ് മോണോമർ ലൈക്ക് മീഥൈൽ മെത്താക്രിലേറ്റ്, സീലിംഗ് ദം ബൈ കീപ്പിംഗ് them under hot water or 70 degrees Celsius to preventing or minimize loss due to evaporation. അതായത് നമ്മൾ മീഥൈൽ മെത്താക്രിലേറ്റ് എന്ന് പറയുന്ന മോണോമറിൻ്റെ ലിക്വിഡിനകത്തേക്ക് നമ്മൾ ഡ്രൈ ചെയ്ത കോൺക്രീറ്റിനെ സോക്ക് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ 70 ഡിഗ്രി സെൽഷ്യസിൽ ഹോട്ട് വാട്ടറിൽ കീപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഇവാപ്പറേഷൻ നടക്കുമ്പോൾ മോണോമേഴ്സ് ഇവാപ്പറേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹോട്ട് വാട്ടറിനകത്ത് നമ്മൾ ഇതിനെ കീപ്പ് ചെയ്യും. ഓക്കെ, അതായത് ലിക്വിഡ് മോണോമേഴ്സിനകത്ത് ഇത് സോക്ക് ചെയ്ത് വെച്ചുമാണ് ചെയ്യുന്നത്. അതിനുശേഷം തെർമൽ കാറ്റലിസ്റ്റിക് മെത്തേഡ് വെച്ചിട്ട് നമ്മളിതിൻ്റെ പോളിമറൈസേഷൻ ചെയ്യും. ഓക്കെ, അതാണ് അങ്ങനെയാണ് നമ്മൾ പാർഷ്യലി ഇംപ്രഗ്നേറ്റഡ് പോളിമർ കോൺക്രീറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഫുള്ളി ആണെങ്കിൽ നമ്മൾ എല്ലാ എയർ വോയിഡ്സും റിമൂവ് ചെയ്തിട്ട് അതിനകത്തേക്കാണ് ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നത്. ഇത് ലിക്വിഡിനകത്തേക്ക് സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എയർ വോയിഡ്സ് റിമൂവ് ചെയ്യുന്ന ഡ്രൈ ആയിട്ടുള്ള കോൺക്രീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഈ ലിക്വിഡിനകത്തേക്ക് സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമർ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് നോക്കുക. കാസ്റ്റിംഗ് കൺവെൻഷണൽ കോൺക്രീറ്റ് എലിമെൻസിനെ ഫസ്റ്റ് നമ്മൾ കാസ്റ്റ് ചെയ്യുക, അതിനുശേഷം അതിനെ ക്യൂർ ചെയ്യുക, ദെൻ ഡ്രൈയിങ് ആൻഡ് എക്സിക്യൂഷൻ. അതിനുശേഷം കോൺക്രീറ്റിനെ ഡ്രൈ ചെയ്യിക്കുക, അതിനുശേഷം മോണോമേഴ്സിൽ അതിനകത്തേക്ക് സീൽ ചെയ്യിക്കുക, ദെൻ പോളിമറൈസേഷൻ ചെയ്യുക.
അതാണ് നമ്മളെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പോളിമർ കോൺക്രീറ്റിൽ പഠിക്കാനുള്ളത്. ബാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ.